Welcome to Machinery World. Good afternoon. സാർ എൻ്റെ പേര് സലാഹുദ്ദീൻ. ഞാൻ മെഷീനറി വേൾഡ് എന്ന പേരിൽ ഒരു യൂട്യൂബ് ചാനൽ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്ലാന്റ് ആൻഡ് മെഷീനറിക്ക് വേണ്ടി മാത്രമുള്ളതാണിത്. അപ്പോൾ എൻ്റെ ചാനലിലേക്ക് സാറിനെ ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം സാറിൻ്റെ ഈ സ്റ്റാളിൽ ഡിസ്പ്ലേയിലുള്ള മെഷീൻസ്, അതുപോലെ തന്നെ ഡിസ്പ്ലേയിൽ ഇല്ലാതെ സാറിൻ്റെ ഫാക്ടറിയിൽ മാനുഫാക്ചർ ചെയ്യുന്ന മെഷീൻസ്, ഗോഡൗണിലുള്ള മെഷീൻസ്, ഈ കാര്യങ്ങളെക്കുറിച്ച് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയും. ഓക്കെ, നമസ്കാരം. നമസ്കാരം സാർ. നമ്മൾ കോയമ്പത്തൂർ ലക്ഷ്മി ഇൻഡസ്ട്രിയൽ എക്സ്ട്രാക്ടേഴ്സ് കമ്പനിയാണ്. നമ്മുടെ സ്ഥാപനം കോയമ്പത്തൂർ വെള്ളക്കിണർ എന്ന് പറഞ്ഞ സ്ഥലത്ത് 27 കൊല്ലമായിട്ട് ഒരേ സ്ഥലത്തിൽ നടക്കുന്ന കമ്പനിയാണ്. ഇപ്പം നമ്മൾ ഉള്ളത് കൊണ്ട് എവിടെയും കണ്ട കോയമ്പത്തൂർ കൊഡീഷ്യ അഗ്രി ട്രേഡ് ഫെയർ അത് പറഞ്ഞാൽ ഫുഡ് ആൻഡ് ഡ്രിങ്ക് ട്രേഡ് ഫെയറിലാണ്. നമ്മൾ ഡി ഹാളിൽ സ്റ്റാർ നമ്പർ 73 ഇപ്പോൾ ഉണ്ട്. നമ്മൾ ഉണ്ടാക്കുന്നത് ഓയിൽ എക്സ്ട്രാക്ഷൻ മെഷീൻ, പിന്നെ തേങ്ങാപ്പാൽ പിളിയുന്ന മെഷീന്, പിന്നെ ഹെർബൽസ്, കീറകൾ, അതിൽ നിന്ന് ചാറ് പിളിയുന്ന ജ്യൂസ് എടുക്കുന്ന മെഷീനറികൾ നമ്മുടെ ഉണ്ട്. ഇതില്ലാത്ത ഏലക്കായ്, ഗ്രാമ്പു, പട്ടൈ, മിളക്, മല്ലികപ്പൂ ഇതിലിരുന്നിട്ട് നമ്മൾ ജ്യൂസ് ഓയിൽ എക്സ്ട്രാക്ഷൻ ഡിസ്റ്റിലേഷൻ മെഷീനറിയും നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. നമ്മളിപ്പം കാണുന്നത് ഓയിൽ എക്സ്ട്രാക്ഷൻ മെഷീനറിയാണ്. 10 HP, 10 HP, 7.5 HP, 10, 7.5, 5, 3, 2, 1 HP വരെ നമ്മുടെ ഉണ്ട്. ഇത് 1 HP, 2 HP, 3 HP, സിംഗിൾ ഫേസ്, 3 ഫേസ് രണ്ടും ഉണ്ട്. ഇത് കൂടി നമ്മൾ ഒരു കൊപ്പറ കട്ടറും ഫ്രീ ആയിട്ട് കൊടുക്കുകയാണ്. അതിൽ ഒരു ഇലക്ട്രിക്കൽ പാനൽ സെറ്റപ്പ് നമ്മൾ ഇൻബിൽട്ടായിട്ട് കൊടുക്കുക. ഈ മെഷീനറി മേടിച്ചിട്ട് പോയാൽ നമ്മൾ ആരുടെ സഹായം നമുക്ക് വേണ്ട. നമ്മളെ ഒരു വെറ്റ് ഗ്രൈൻഡർ ഉപയോഗിക്കുന്ന പോലെ, ഒരു മിക്സി ഉപയോഗിക്കുന്ന പോലെ വീട്ടിൽ ഇലക്ട്രിക്കൽ പ്ലക്കിംഗ് ചെയ്തിട്ട് നമ്മുടെ ഇതിൽ 4 ഇടം ഉണങ്ങിയ കൊപ്പര ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ 10 മിനിറ്റിൽ ഓടിച്ച് നമ്മൾ ഓയിൽ പിളിഞ്ഞെടുക്കാം. നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളത് എക്സ്പെല്ലർ, റോട്ടറി ചെക്ക്, മറ്റേ തടി ഉട്ട് ചെക്ക് എന്ന് പറയുന്നില്ലേ, തടിയിലുണ്ടാക്കിയത്, ഇത് മാത്രമാണ് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കാണുന്നത് ഒരു പുതിയ ടൈപ്പ് മെഷീനാണ്. നമ്മൾ ഇതുവരെ ഒരു കേരളത്തിൽ മാത്രം ഒരു 200 മേളിലുള്ള ഒത്തിരി ആൾക്കാർക്ക് ഈ സാധനം കൊടുത്തിട്ടുണ്ട്. കംപ്ലീറ്റ് സാറ്റിസ്ഫൈഡ് കസ്റ്റമറാണ്. ആരും കുറ്റമില്ലാത്ത ഒരു സാധനം ഓടിക്കിട്ടിരിക്കുക. ഈ മെഷീനിൽ മറ്റേ റോട്ടറി ചെക്കും തടി ചെക്കും കമ്പാരിസൺ ചെയ്യുമ്പോൾ നമ്മുടെ മെഷീനിൽ പിന്നാക്കം അല്ലാണ്ട ഇൻപുട്ട് കൂടുതലായിട്ട് വരും. പെട്ടെന്ന് ഓയിൽ പിളിഞ്ഞെടുക്കാം. പിന്നെ സൗണ്ട് ഉണ്ടാവില്ല, ഫൗണ്ടേഷൻ ആവശ്യമില്ല, പിന്നെ പണിക്കാർ ഒത്തിരി ആവശ്യമില്ല. നമ്മുടെ സ്ഥാപനത്തിൻ്റെ ഒരാൾ ഈ ഫാക്ടറിയെ കംപ്ലീറ്റ് റൺ ചെയ്ത് നോക്കാം. നമുക്ക് ഒരു സൂപ്പർ മാർക്കറ്റ് പോലെ ഒരു സ്ഥിര സ്ഥാപനം ഉണ്ടെങ്കിൽ അതിൽ വെച്ച് തൊട്ടടുത്തുള്ളവർക്ക് സൗണ്ട് ഇല്ലാത്ത രീതിയിൽ നമ്മൾ മെഷീൻ ഓടിച്ച് ഓയിൽ പിളിഞ്ഞെടുക്കാം. പിന്നെ ഈ മെഷീനിൽ നമ്മൾ കുറേ കുടുംബസ്ത്രീകൾ, പിന്നെ കുറേ ആൾക്കാരുകൾ നമ്മൾ പൈസ മുടക്കിയിട്ട് പറ്റില്ലാത്ത ആൾക്കാരുണ്ടാവും. അവർ ലോൺ എടുക്കാനുള്ള തീരുമാനത്തിലുണ്ടാവും. അങ്ങനെയുള്ള ആൾക്കാർ നമ്മൾ മറ്റേ PMFME, PMEGF, മറ്റേ നീറ്റ്, ODOP ഇങ്ങനെ പല സ്കീമുകളുണ്ട്. മുദ്ര, ഇങ്ങനെ പല സ്കീമുകളുണ്ട്. ആ സ്കീമിൽ പോകുന്നവർക്ക് നമ്മളൊരു കാര്യം പറയാം. എങ്ങനെ പറഞ്ഞാൽ, നമുക്ക് നിങ്ങൾ ഏത് മെഷീൻ മേടിക്കണമെന്ന് തീരുമാനം ചെയ്തിട്ട് തീരുമാനിക്കാൻ പറ്റില്ലെങ്കിൽ നമ്മളെ വിളിക്കുക. നമ്മൾ ഡിസ്കഷൻ ചെയ്തിട്ട് അപ്പോൾ ഏത് മെഷീൻ എടുക്കുന്നത് ഞാൻ പറയും. അപ്പോൾ നിങ്ങളുടെ ആധാർ കാർഡ് ഫോട്ടോ എനിക്ക് അയച്ചു കൊടുത്താൽ ആ കൊട്ടേഷനിൽ ആ അഡ്രസ്സ് വെച്ചിട്ട് ഒരു കൊട്ടേഷൻ നിങ്ങൾക്ക് അയച്ചു തരാം. ആ കൊട്ടേഷൻ നിങ്ങളുടെ ആധാർ കാർഡ് ജെറാക്സ്, പാൻ കാർഡ് ജെറാക്സ്, ബാങ്ക് ഡീറ്റെയിൽസ്, പിന്നെ നിങ്ങൾ സ്വന്തം സ്ഥലം നിങ്ങളുടെ സ്വന്തം സ്ഥലമാണെങ്കിൽ അതിൻ്റെ ഡോക്യുമെൻ്റ് ജെറാക്സ്, ഇല്ല ഒരു വാടകയ്ക്ക് എടുക്കുന്ന സ്ഥലമാണെങ്കിൽ ഒരു റെൻ്റൽ അഗ്രിമെൻറ്റ്, ലീസ് അഗ്രിമെൻറ്റ്, ഇതൊക്കെ എടുത്തിട്ട് നിങ്ങളുടെ ഫോട്ടോ എടുത്തിട്ട് ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രിയൽ സെൻറ്റർ, ഇപ്പം നമ്മൾ ഒരു എക്സാമ്പിൾ എറണാകുളം ആണെങ്കിൽ എറണാകുളത്തിൽ നമ്മുടെ ഗാന്ധി നഗറിൽ ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രിയൽ സെൻറ്റർ അതുണ്ട്. മറ്റേ ടിക്ക് എന്ന് പറയും ആ ഓഫീസിൽ. അവിടെ DRP എന്ന് പറഞ്ഞ 3 ആൾക്കാരുണ്ടാകും. അവിടെ പോയിട്ട് നിങ്ങളുടെ കാര്യം പറയുക. അപ്പം അവർ എല്ലാം ഓൺലൈൻ പ്രോസസ്സാണ്. പെട്ടെന്ന് 35 ദിവസത്തിൽ 25% മുതൽ 50% വരെ നമുക്ക് സബ്സിഡി അടക്കമുള്ള ഒരു ലോൺ പ്രോസസ്സിങ് പെട്ടെന്ന് റെഡിയായി നമുക്ക് കിട്ടും. അപ്പം ബാങ്കുകാർ നമ്മളെ വിളിച്ചു കൊള്ളുമ്പോൾ നമ്മൾ നിങ്ങളെ കൂടി എല്ലാ കാര്യവും ചോദിക്കും. നമ്മൾ അഡ്രസ് ഡീറ്റെയിൽ എല്ലാം പറഞ്ഞു കൊടുത്താൽ അപ്പോഴേ നിങ്ങൾക്ക് ലോൺ അപ്രൂവൽ ആയി എന്ന് വെച്ചോ. ഇപ്പോൾ മെഷീനറി നമ്മൾ സപ്ലൈ ചെയ്തതിന് കൊണ്ട് പിന്നെ എന്തെങ്കിലും സർവീസ് പ്രശ്നം വന്നെങ്കിൽ നമ്മൾ 24 മണിക്കൂറിൽ നിങ്ങളുടെ സ്ഥാപനത്തിലെത്തി ആ പ്രശ്നം സോൾവ് ചെയ്ത് കൊടുക്കുകയാണ്.
ഇവിടെ ഡിസ്പ്ലേയിലുള്ള മെഷീൻസ് 1 by 1 ആയിട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് സാർ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യും സാർ. ഓക്കെ, ഇപ്പം നമ്മൾ ഇതുവരെ ഇപ്പം നമ്മുടെ ഓയിൽ മെഷീനിൽ ഒവ്വൊരു മെഷീൻ ഒവ്വൊരു കപ്പാസിറ്റിയും ഒരാളുടെ എന്താ ബെനിഫിറ്റ് എന്നാണ് നമ്മൾ നോക്കാം. ഇപ്പം ആദ്യം കാണുന്നത് ഇത് 1 HP മെഷീനാണ്. ഇത് കംപ്ലീറ്റ് സ്റ്റെയിൻലെസ് സ്റ്റീൽ. ഇതൊരു മോൾഡഡ് ഹൗസിംഗാണ്. അപ്പോൾ ഇതിലുള്ള കംപ്ലീറ്റ് സ്റ്റെയിൻലെസ് സ്റ്റീൽ 304. ഇത് നമ്മുടെ മുമ്പിൽ ഒരു ഹീറ്റർ പിടിപ്പിച്ചിരിക്കുകയാണ്. ഈ ഹീറ്റർ ഈ മെഷീൻ ഓയിലും ചൂടാകാതെ മെഷീനും ചൂടാകാതെ കൊണ്ട് നമ്മളൊരു ഹീറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ഹീറ്റർ പിടിപ്പിച്ചിരിക്കുക. കുറേ ആൾക്കാർ ചോദിക്കും ഹീറ്റർ എന്തിനാണ് പിടിപ്പിക്കുന്നതെന്ന് ചോദിക്കും. അതുകൊണ്ടാണ് ഈ മെഷീൻ ചൂടാക്കത്തില്ല, അതുകൊണ്ട് ഹീറ്റർ ആവശ്യമുണ്ട്, അതുകൊണ്ടാണ്. പിന്നെ ഇത് 1 HP ആണ്. ഇത് സിംഗിൾ ഫേസ് 3 ഫേസ് രണ്ടും ഉണ്ട്. ഇതിൽ നാളികേരം, കപ്പലണ്ടി, പിന്നെ എള്ള്, ഇങ്ങനെ പല ടൈപ്പുകളുള്ള സീഡിൽ നിന്ന് ഓയിൽ പിളിഞ്ഞെടുക്കാം. ഇതിൽ സിംഗിൾ ഫേസ് 3 ഫേസ് രണ്ടും ഉണ്ട്. പിന്നെ ഇത് വന്നിട്ട് രണ്ടാമത്തെ 2 HP ആണ്. ഇത് 2 HP നമ്മൾ 35 മുതൽ 38-40 കിലോ വരെ ഇതിലിടാം. ഇതും സെയിം ഇതുപോലെ സെയിം പെർഫോമൻസ് തന്നെ. ഇതിൽ ഒരു ഹീറ്റർ ഉണ്ട്, കംപ്ലീറ്റ് സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. ഇതിൽ ഒരു മണിക്കൂറിൽ 35 മുതൽ 40 കിലോ വരെ ഇടാം. ഇതിലും സിംഗിൾ ഫേസ് 3 ഫേസ് രണ്ടും ഉണ്ട്. പിന്നെ ഈ തൊട്ടടുത്തുള്ളത് 3 HP. ഇതിൽ ഒരു 45 മുതൽ 55 കിലോ വരെ ഇടാം. ഇതും ഒരു ഹീറ്റർ പരിപാടിയുണ്ട്. ഒറ്റത്തവണയിൽ കംപ്ലീറ്റ് ഓയിൽ ഒറ്റത്തവണയിൽ പുറത്ത് വരും. രണ്ടാമത് തവണ ഇടേണ്ട ആവശ്യമില്ല. ഈ മെഷീന് ഫൗണ്ടേഷൻ ആവശ്യമില്ല. ഇത് ഒരു സൗണ്ട് ഉണ്ടാവില്ല. ഒരു ചെറിയ ഒരു കുടുംബസ്ത്രീ യൂണിറ്റുകാരനും ഒരു പണിയില്ലാത്ത ഒരു ചെറിയ നമ്മളൊരു ജോബ് വേണ്ടിയിട്ട് ഈ മെഷീനെ മേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു ചെറിയ കച്ചവടം തുടങ്ങാനുള്ളത് ഈ 3 മെഷീന് എളുപ്പമാണ്. 1 HP, 2 HP, 3 HP ഇത് എളുപ്പമാണ്. പിന്നെ ഇത് 5 HP പോയാൽ 5 HP നമ്മൾ 75 മുതൽ 90 കിലോ വരെ ഒരു മണിക്കൂറിലിടാം. ഈ മെഷീനിലും ഒരു ഹീറ്റർ പരിപാടിയുണ്ട്. പിന്നെ ഇതിൽ 3 ഫേസ് മാത്രമേ ഉള്ളൂ. ഇതിൽ തേങ്ങ, എള്ള്, കടല, കടുക്, സൂര്യകാന്തി, ആമണക്ക്, വേപ്പംകൊട്ട ഇതുപോലത്തെ ചെയ്യാം. ഇത് ഒരു ചെറിയ നമ്മളൊരു കച്ചവടം ചെയ്യണം, ഓയിൽ കച്ചവടം തുടങ്ങണം, ഒരു ഡിസ്ട്രിബ്യൂഷൻ തുടങ്ങണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മെഷീന് നമുക്ക് പക്കായിരിക്കും. നിങ്ങൾ ഡയറക്റ്റായിട്ട് വന്നാലും ഈ മെഷീനെ ഒരു ട്രെയിനിങ് എടുത്തിട്ട് അപ്പോൾ തന്നെ മെഷീനെ ഓടിച്ച് നോക്കിയിട്ട് പൊക്കിയിട്ട് പോവാം. ഈ മെഷീനെ ഓടിയിട്ട് നിങ്ങൾക്ക് ഏത് സംശയം ഉണ്ടെങ്കിലാളും ഇല്ല മെഷീൻ മേടിക്കണമെങ്കിൽ ഈ വീഡിയോയിൽ താഴെ സ്ക്രോളാകുന്ന എൻ്റെ പേഴ്സണൽ നമ്പർ ഞാൻ കൊടുക്കുക, അല്ലെങ്കിൽ വിളിക്കുക. ആ നമ്പറിന് ഞാൻ പറയാം. ആ നമ്പർ 8608720888. ഈ നമ്പറിൽ വിളിക്കുക. കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടും.